ഹായ് ഫ്രണ്ട്സ്, കലാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് പനീർ ബട്ടർ മസാലയാണ് ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ നല്ല ഹെൽത്തിയായ ഒരു പ്രൊഡക്റ്റാണ് ഈ പനീർ. അപ്പം ഞാൻ അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബട്ടർ അമൂലിൻ്റെയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശമില്ലായിരുന്നു. അത് കാരണം ഞാൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞാൻ പാനിനകത്ത് ഒരു 50 ഗ്രാമോളം ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ഒരു 2 സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ പനീറാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ആ പനീർ മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് അത് നിർത്താം. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാം, ഈ പനീർ മസാല എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തോ വലിയ സംഭവമാണ്. ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം മതി. പിന്നെ ബട്ടറും ഈ പനീറും മാത്രമേ പനീർ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുക. പിന്നെ ബട്ടർ നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ബട്ടറൊക്കെ വീട്ടിലുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയുള്ളത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം നമുക്കത് ഒക്കെ വീട്ടിൽ എപ്പോഴും സ്ഥിരം കാണുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഷാലോ ഫ്രൈ ആകട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് അതിനകത്ത് ബട്ടറും വെജിറ്റബിൾ ഓയിലും ഒക്കെ കിടക്കും. അപ്പോൾ ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ബാക്കിയെല്ലാം വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേ കണ്ടല്ലോ, ഈ എണ്ണ ചൂടായി കിടക്കുന്നതായതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതുമാണ് ഇടുന്നത്. അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നമ്മൾ കുട്ടികളൊക്കെ പുറത്തൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണിത്. അപ്പം നമുക്കിത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും അത് വലിയ ഇഷ്ടമാവും. ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ എത്രയോ ഹെൽത്തിയാണ് നമുക്കിത്. ഈ പനീർ എന്ന് പറയുന്ന സാധനം ശരിക്കും പ്രോട്ടീനാണ്. ശരിക്കും ഈ പച്ചക്കറികൾ മാത്രം കഴിക്കുന്നവർ ഈ പനീറാണ് കൂടുതൽ കഴിക്കുന്നത്. അവർക്ക് ഏറ്റവും പ്രോട്ടീനായ ഒരു സാധനമാണിത്. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാം. പിന്നെ സവോളയും തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതല്ലേ. എപ്പോഴും നമ്മൾ സാമ്പാറോ രസമൊക്കെ വയ്ക്കാൻ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും. അപ്പം അതുള്ളത് കൊണ്ട് നമുക്കിതൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 3 സവോള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്തിരി ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടും. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടാനായിട്ട് ഇച്ചിരി നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ ഒരു 1.5 സ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. പിന്നെ നമ്മൾ മുളക് പൊടി, സാധാ മുളക് പൊടിയല്ല ചേർത്തിരിക്കുന്നത്, കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് കുറവായിരിക്കും. നമുക്ക് ഈ കറിക്ക് കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ല. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്, അല്പം മാത്രം മതി മഞ്ഞൾപ്പൊടി. അപ്പം നമ്മളിത് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം, എരിവുള്ള മുളക് പൊടി ചേർക്കുന്നവർ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പം നമുക്ക് ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടും. പിന്നെ നമുക്ക് ഇത് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുവാണ്. സാധാരണ പലരും ഹോട്ടലുകളിലും അല്ലാണ്ടൊക്കെ ചെയ്യുമ്പോൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ വേറെ അരച്ചെടുക്കും, തക്കാളി വേറെ അരച്ചെടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര വെറുതെ ടൈം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ ഹോട്ടലിലൊക്കെ വയ്ക്കുന്ന കറിയുടെ തന്നെ ടേസ്റ്റ് ഇതിനുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അത്രയും സമയം വേസ്റ്റ് ചെയ്യണത്? ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നൊരു കറിയാണ്. രാവിലെയൊക്കെ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചൂടോടുകൂടി ഇടുമ്പോൾ ശ്രദ്ധിച്ച് വേണം അരയ്ക്കാൻ, തെറിച്ച് പോകരുത്. പിന്നെ ഈ പാനിലേക്ക് ഞാൻ അല്പം നെയ്യ് ഒഴിക്കുവാണ്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ അതിനകത്ത് കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കുവാണ്.
അപ്പോൾ ഈ അരച്ചത് ഇതിനകത്തേക്കാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി അതിനകത്തേക്ക് നമുക്ക് ഇടാം. ഈ പാനിനകത്തേക്ക് തന്നെ ഈ വറുത്ത ഈ കാഷ്യൂ നട്ടിനകത്തേക്ക് ഇടാം. അപ്പം എന്നിട്ട് നമ്മൾ ഇത്തിരി ആ ജാറ് കഴുകിയതും കൂടെ ഒന്ന് ഇതിനകത്ത് ഇത്തിരി അല്പം ഒരു ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ഒഴിക്കാം കേട്ടോ. ഒരു കപ്പോളം വെള്ളം ഒഴിക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന മധുരമാണ്. അപ്പോൾ പഞ്ചസാര ഒരു 2 സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു മധുരം, ചെറിയ മധുരമുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ പനീർ മസാല. അപ്പോൾ അതിന് ഒരു മധുരം ഉണ്ടാവും. പിന്നെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന പനീറാണ് ഇടുന്നത്. അപ്പോൾ ഈ വറുത്ത പനീറും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് തിളയ്ക്കണം നന്നായിട്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കറിവേപ്പില ഇടാം. നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി. നമുക്ക് മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയൊരു കറിയാണ്. സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. ഞാനൊന്ന് ചപ്പാത്തിയായിട്ട് കഴിക്കാൻ പോവുകയാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. ഭയങ്കര നല്ല സ്മെല്ലും കൂടെയാണ് കേട്ടോ, നല്ല മണമാണ് ഇതിൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. ഈ ലോക്ക്ഡൗൺ ടൈമിൽ അവർക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു കറി വെച്ച് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ ഒരു കറി ഞാൻ അത്രയ്ക്കും ഉപയോഗിച്ച് ഇവിടെ മോനൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കഴിച്ച് നോക്കണം. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. വളരെ നല്ലൊരു കറിയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുവാണ്. താങ്ക് യു.